ഒരുപാട് ദിവസങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് എൻ്റെ ഈ യാത്ര. ചരിത്രങ്ങൾ ഉറങ്ങുന്ന കോട്ടകളുടെ നാടായ രാജസ്ഥാനിലേക്കാണ് പോകുന്നത്. പക്ഷേ യാത്ര തുടങ്ങി 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്നെനിക്ക് തോന്നിപ്പോയി. കാരണം അത്രത്തോളം ബ്ലോക്കായിരുന്നു വയനാട് ചുരം. ആയിരക്കണക്കിന് ആളുകൾ. ഇത് നമ്മുടെ മാത്രം കുറ്റമായിട്ടാണ് ഞാൻ കരുതുന്നത്. ട്രെയിന് കിട്ടുമോ എന്ന് പോലും എനിക്ക് പേടിയുണ്ടായിരുന്നു. അവസാനം പതിയെ നീങ്ങി എങ്ങനെയൊക്കെയോ ചുരമിറങ്ങി കോഴിക്കോട് ജില്ലയിലെത്തി. ചുരമിറങ്ങിയതേ ഓർമ്മയുള്ളൂ. പിന്നീട് നിർത്തുന്നത് കോഴിക്കോടാണ്. അത്രയും വേഗതയിലാണ് ഇവൻ വന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുന്ന വാഹനമാണ്. കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഒന്ന് ടൗണൊക്കെ ഒന്നുകൂടി കാണാം എന്നതായി ആഗ്രഹം. ഇതാണ് മലബാറിൻ്റെ കോഴിക്കോട് എന്ന് പറയുന്ന ഹൃദയഭൂമി. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു നാട് അല്ലെങ്കിൽ ഇതുപോലൊരു ടൗണ് വേറെ എവിടെയോ ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. മാനാഞ്ചിറ, ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് ഇതാ ഈ മാനാഞ്ചിറ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരത്തുകൂടി അങ്ങനെ നടന്ന് സമയമുള്ളത് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിയെയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിവിടെ നിന്ന് മരുസാഗർ എക്സ്പ്രസ്സിലാണ് അജ്മീറിലേക്ക് പോകുന്നത്. അത് ട്രെയിൻ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 12977, കാലിക്കറ്റ് ടു അജ്മീർ ജംഗ്ഷൻ. വീക്കിലി ഒരു ദിവസം മാത്രമാണ് ഈ ട്രെയിൻ ഉള്ളത്. അത് തിങ്കളാഴ്ച രാത്രിയിൽ, അതായത് ഞായറാഴ്ച രാത്രി, തിങ്കളാഴ്ച ഏർലി മോർണിംഗ് 12:15. അവിടെ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ എനിക്കറിയാമായിരുന്നു. നേരെ 4ലേക്ക് നടന്നു. പ്ലാറ്റ്ഫോം നമ്പറിൻ്റെ ബോർഡെല്ലാം ഏകദേശം അഴിഞ്ഞു വീണിട്ടുണ്ട്. ഒരു വെള്ളവും വാങ്ങി കുറച്ച് സമയം കൂടി ട്രെയിൻ വരാനുള്ള കാത്തിരിപ്പിലായി ഞാൻ. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മരുസാഗർ എക്സ്പ്രസ് കോഴിക്കോട് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് വന്നു ചേർന്നു. നല്ല തിരക്കായിരുന്നു ട്രെയിനിലുണ്ടായിരുന്നത്. ഞാൻ സ്ലീപ്പറിലാണ് ബുക്ക് ചെയ്തത്. ഇതിൻ്റെയൊക്കെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് വലിയ അറിവൊന്നും ട്രെയിൻ യാത്രയെക്കുറിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരനായ പ്രിയ സുഹൃത്ത് റിയാസ് കെ ആണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുള്ളത്. റിയാസ് കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി നന്ദി. ട്രെയിനിൽ കയറി ഉടൻ തന്നെ എല്ലാവരും ഉറക്കത്തിലാണ്. ഞാനും എൻ്റെ 31 എന്ന് പറയുന്ന സീറ്റിൽ കിടന്നു. അത് പിന്നെ യാത്ര നേരെ രാജസ്ഥാനിലേക്ക്. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, അങ്ങനെ ഏറ്റവും അവസാനത്തിലാണ് അജ്മീർ എന്ന് പറയുന്ന എൻ്റെ ലക്ഷ്യസ്ഥാനമുള്ളത്. 39 മണിക്കൂർ നീണ്ട യാത്രയാണ്. ഒരു പക്ഷേ അതിനേക്കാൾ കൂടിയേക്കാം. 2000-ൽ കൂടുതൽ കിലോമീറ്ററുകൾ, 2 ദിവസത്തിൻ്റെ അടുത്ത് യാത്ര. എൻ്റെ കേരളത്തിൻ്റെ പച്ചപ്പിനെ പിന്നിലാക്കി ഒഴുകിയ തഴുകിയ പാതകൾക്കിടെ മരുസാഗർ എക്സ്പ്രസ് ഉയർന്നുയരുന്നുണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ കടലിൻ്റെ മണം പതുക്കെ അകലുമ്പോൾ പതുക്കെ തേക്കടകളും ചെറുഗ്രാമങ്ങളുമൊക്കെ ട്രെയിനിൻ്റെ ചില്ലിലൂടെ കഥകളായി ഒഴുകുന്നു. കരുവാളി കടന്നതിന് ശേഷം ട്രെയിൻ കർണാടകയുടെ തീരപ്രദേശത്തേക്ക് കടന്നു. മംഗളൂരു, ഉടുപ്പി, കുന്താപുരം പോലുള്ള നഗരങ്ങൾ സമാധാനമായ ഒരു തിരയാത്ര പോലെ. ഒരു വശം കടൽ, മറുവശം കൊടും കാടുകളും. തുടർന്ന് ഗോവയുടെ നിശബ്ദമായ സ്റ്റേഷനുകൾ, ചുവന്ന മണ്ണ്, സ്വപ്നങ്ങൾ പോലെ തോന്നിക്കുന്ന ചെറിയ ബ്രിഡ്ജുകൾ. അങ്ങനെ പതിയെ ഗോവയും കടക്കാറായി. വീട്ടിൽ നിന്ന് കൊടുത്തയച്ച ഈ സൺഫ്ലവർ സീഡും കുറിച്ച് ഞാൻ അങ്ങനെ യാത്ര അനുഭവിക്കുമ്പോഴാണ് ഉച്ചക്കേക്കുള്ള ഊണിനുള്ള സമയമായത്. നാട്ടിലെ എല്ലാ ഭക്ഷണ സാധനങ്ങളും വേണ്ട എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചു. എനിക്ക് കിട്ടിയത് ഒരു മാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണിയായിരുന്നു. 120 രൂപയാണ് ഒരു ബിരിയാണിക്ക്. അതും കഴിച്ച് ഞാൻ ഉച്ചമയക്കത്തിനൊരുങ്ങി. അങ്ങനെ കൂടുതലൊന്നും സമയമെടുക്കാതെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ഇനിയാണ് തുടങ്ങുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടുകളിൽ ഒന്ന് കൊങ്കൺ. മഹാരാഷ്ട്രയിലെ മലകളും ചെറു ആറുകളും ടണലുകളും പാളങ്ങളും മുകളിലൂടെ പായുന്ന ഓരോ നിമിഷവും ഒരു സിനിമ പോലെ മിന്നിമറയുന്നുണ്ടായിരുന്നു. വഷൈ റോഡ് കഴിഞ്ഞാൽ നഗരത്തിൻ്റെ ഭാരം കൂടിയ റഷ്. പിന്നെ വീണ്ടും പ്രകൃതി തുറന്നു കിടക്കുന്നു. 2 ദിവസം വായിക്കാനുള്ള മൂഡോ അതല്ലെങ്കിൽ മറ്റൊന്നിനുമുള്ള മൂഡുണ്ടായിരുന്നില്ല. ഈ 2 ദിവസവും ഓരോന്നാലോചിച്ച്
എൻ്റെ മുന്നിലൂടെ മാഞ്ഞുമറയുന്ന ട്രെയിൻ യാത്രയിൽ ഞാനങ്ങനെ നിശബ്ദനായി ഇരുന്നു. സംസ്ഥാനങ്ങൾ മാറുന്നത് ഏകദേശം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലേക്ക് കടന്നാൽ ഭൂപ്രകൃതി മാറുന്നു. പച്ചപ്പിൽ നിന്ന് വരണ്ടുണങ്ങിയ പാളങ്ങളിലേക്ക് നീങ്ങുന്നു. സൂര്യപ്രകാശം കൂടുതൽ തിളങ്ങുന്നു. പട്ടണങ്ങളും ഗ്രാമങ്ങളും ട്രെയിനിൻ്റെ ശബ്ദത്തോട് ഒത്തുപായുന്നു. പുതിയൊരു ലോകം തുറന്നു കിടക്കുന്നു. ഗുജറാത്ത് അഹമ്മദാബാദ് തീരങ്ങളൊക്കെ എത്തുമ്പോഴേക്ക് ട്രെയിൻ നന്നേ കാലിയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ട്രെയിനിന് ഇത്രയേറെ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. പല സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതറിയാം. പക്ഷേ ആ സ്ഥലങ്ങളിലെ പേരുകൾ വായിക്കാൻ പോലും അത്ര ബുദ്ധിമുട്ടുള്ളവയാണ്. നമ്മളൊക്കെ കാണേണ്ട ചില സ്ഥലങ്ങൾ, അനുഭവിക്കേണ്ട ജീവിതങ്ങൾ, പഠിക്കേണ്ട സംസ്കാരങ്ങൾ. അങ്ങനെ നേരെ ഭക്ഷണത്തിലുള്ള സമയമായി. ഞാൻ വെജിറ്റബിൾ താലിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വെജിറ്റബിൾ താലിയാണോ അതോ താങ്ങിയതാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണെങ്കിലും 130 രൂപ അവരെന്നോട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചപ്പാത്തിയുമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം ചെറുതാണെങ്കിലും നല്ല രുചിയുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം. വളരെ വൈകാതെ അന്ന് രാത്രി ഞാൻ ഉറക്കത്തിലാണ്ടു. രത്ലം ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴേക്ക് സമയം നന്നേ വൈകിയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നു. നല്ല തണുപ്പാണ്. ഏകദേശം കുറച്ച് ദൂരം ട്രെയിൻ പിന്നിട്ടപ്പോഴേക്ക് രാജസ്ഥാൻ എന്ന് പറയുന്ന ആ നാട്ടിലേക്കെത്തി. മരുഭൂമിയുടെ നാടാണ് രാജസ്ഥാൻ. അവിടേക്കാണ് പ്രവേശിച്ചത്. മണ്ണുകെട്ട് നിറമുള്ള വീടുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. സൂക്ഷിച്ചു നോക്കണം. വരണ്ട നിലങ്ങൾ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചില ഒട്ടകങ്ങളെയും നമ്മുടെ യാത്രയിൽ കൗതുകങ്ങൾ ഉണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ്റെ മനസ്സിൽ മറ്റൊരു കഥ എഴുതുന്ന ഭൂമി എന്ന് നമുക്ക് രാജസ്ഥാനിനെ വിളിക്കാം. അജ്മീറാണ് എൻ്റെ ലക്ഷ്യം. എങ്കിലും രാജസ്ഥാൻ ഭൂമിയിലേക്ക് കടന്നപ്പോൾ എനിക്ക് നമ്മുടെ സ്കൂളിൽ പഠിച്ച കുറേ കാര്യങ്ങളും വായിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുമെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഏതോ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ ആളുകളൊക്കെ കൂടുതലായി ഇറങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. രാജസ്ഥാനിലെത്തിയാൽ അവരുടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. അങ്ങനെയാണ് ഈ സമൂസ ഞാൻ വാങ്ങുന്നത്. ചില്ലി വേണോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചില്ലിയും സോസും എല്ലാം ഞാൻ വാങ്ങി. 30 രൂപയാണ് ഈടാക്കിയത്. എൻ്റെ ഫാമിലിക്കൊന്നും ഈ ഒരു സമൂസ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഒരൊറ്റ കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊരു യാത്രയിലാണ്. അവരുടെ നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അവരുടെ ഭക്ഷണമാണ്. നമ്മൾ അവിടെയും മലയാളി ഹോട്ടലുകൾ തിരഞ്ഞു നടക്കാതിരിക്കുക എന്നുള്ളതാണ് യാത്രക്കാരോട് എനിക്ക് പറയാനുള്ളത്. അവരുടെ സംസ്കാരം അറിയണമെങ്കിൽ അവരുടെ ഭക്ഷണം കഴിക്കണം. അവരും മനുഷ്യരാണ്. നമുക്ക് മാത്രമല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്നത്. അങ്ങനെ ആ രുചിയും നുകർന്നുകൊണ്ട് വീണ്ടും രാജസ്ഥാനിൻ്റെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാനിങ്ങനെ കണ്ട് എൻ്റെ ട്രെയിൻ നേരെ അജ്മീർ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോവുകയാണ്. ഇത്രയും ദൂരം താണ്ടി ഇത്രയും സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് ഹൃദയം പറയുന്ന ശാന്തത. ഒരു യാത്ര ലക്ഷ്യത്തിലെത്തുന്നതല്ല, നമ്മെ സ്വയം മാറ്റിയെടുക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ അടുക്കുന്നു അജ്മീർ. ആത്മാഭിമാനത്തിൻ്റെയും ആത്മീയതയുടെയും ഒരിടം. അതാണ് അജ്മീർ എന്ന് പറയുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന, ഒരു വലിയ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്.